ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീക്കിൽ ഞാൻ ഐസ്ലാൻഡ് ട്രാവൽ ചെയ്തു. അപ്പോൾ എനിക്ക് പോയപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണം തോന്നി. കാര്യം നിങ്ങൾ ഐസ്ലാൻഡ് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെട്ടേക്കാം. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ ഐസ്ലാൻഡ് അങ്ങനെ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകണമെന്ന് പറയാം. എനിക്ക് അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഐസ്ലാൻഡ് എന്ന് പറയുന്നത്. ഐസ്ലാൻഡ് ഒരിക്കലും മറക്കാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ കാണാത്തൊരു ലോകം എന്ന് വേണമെങ്കിൽ പറയാം. ഗ്ലേസിയേഴ്സ്, വാട്ടർഫാൾസ്, ജിയോ തെർമൽ ഹോട്ട് സ്പാസ്, പ്രത്യേകിച്ച് ഞങ്ങൾ പോയ ബ്ലൂ ലഗൂണ്, വാൾക്കേനോസ് എല്ലാം കൂടെ ആയിട്ട് ശരിക്കും പറഞ്ഞ ഒരു ഫ്രണ്ട് വേൾഡാണ് ശരിക്കും പറഞ്ഞ ഐസ്ലാൻഡ്. അപ്പം അതിനകത്ത് ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മൾ വിസ അപ്പോയിൻമെൻറ്റിനാണല്ലോ. ഷെങ്കൻ വിസ എടുക്കണം നമ്മളെ പോലെയുള്ളവർക്ക്. അപ്പം അത് ഷെങ്കൻ വിസയുടെ പ്രോസസ്സ് ഒരു ഡിഫറെൻ്റ് ആണ്. ഒരുപാട് പേര് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ VFS അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്നുള്ളതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം പിന്നെ ഐസ്ലാൻഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാര്യത്തിന് കുറച്ച് നേരത്തെ എടുക്കണം. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റിന് നല്ല റേറ്റ് ഉണ്ട്. നമ്മൾ വിചാരിച്ചിടത്തുനിന്ന് തന്നെ എല്ലാ ഫ്ലൈറ്റുകളും കിട്ടണമെന്നില്ല. മെയിനായിട്ട് നമ്മൾ ബാഗേജസ് നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിലൊക്കെ അതിനൊക്കെ എക്സ്ട്രാ നല്ല എമൗണ്ട് വരുന്നുണ്ട്. ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ട് മാഞ്ചസ്റ്ററിൽ നോക്കി, പക്ഷെ കിട്ടിയില്ല. ഹീത്രൂ എന്നാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കിട്ടിയത്. ഐസ്ലാൻഡ് എയർ ആണ് എടുത്തത്. അതിനകത്ത് നമുക്ക് ഏകദേശം 100 സീറ്റ് ഒരു ബാഗും പിന്നെ ഒരു 10 kg ഒരു ക്യാരിങ് ബാഗും ഉണ്ടായിരുന്നു. അതും കൊണ്ടുപോകാനായിട്ടുള്ള ഓപ്ഷൻ കിട്ടി. അപ്പോൾ അത് ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു ടിക്കറ്റ് കിട്ടി. അതുകൊണ്ട് അങ്ങനെ ഹീത്രൂ നിന്ന് എടുക്കേണ്ടി വന്നു. അപ്പം ആ രാജ്യത്തേക്ക് എനിക്ക് ഒരുപാട് ഫ്ലൈറ്റ്സ് നമുക്കൊരു ടൈമിങ്ങിലെല്ലാം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ടിക്കറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഷെങ്കൻ വിസയ്ക്ക് കൊടുക്കുമ്പോൾ ടിക്കറ്റ് എന്തായാലും എടുക്കണമല്ലോ. അപ്പോൾ നമ്മളത് നേരത്തെ പ്ലാൻ ചെയ്യും. പിന്നെ അക്കോമഡേഷൻ്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ഹോട്ടൽസൊക്കെ നല്ല എക്സ്പെൻസീവാണ്. ആ രാജ്യം ആക്ച്വലി എല്ലാം കുറച്ച് എക്സ്പെൻസീവ് കൺട്രി എന്നാണെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് റേറ്റ് കുറഞ്ഞു കിട്ടും. ഞാൻ ഹോട്ടൽസ് നോക്കിയിരുന്ന സമയത്ത് എനിക്ക് റേറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ Airbnb ആണ് എടുത്തത്. അപ്പം ഐസ്ലാൻഡിലേക്ക് പോകാനായിട്ട് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുള്ളി ആ ഐസ്ലാൻഡിൻ്റെ റിംഗ് റോഡ് കവർ ചെയ്യുക എന്നായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ അക്കോമഡേഷൻ എടുത്തപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓരോ സ്ഥലങ്ങളിലായിട്ടാണ് എടുത്തത്. നമുക്കൊരു ദിവസം ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയിട്ട് അവിടെ താമസിച്ച് അതിനുശേഷം അടുത്ത ദിവസം ട്രാവൽ ചെയ്ത് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ, അങ്ങനെ രീതിയിലാണ് ഞങ്ങൾ അക്കോമഡേഷൻ എടുത്തത്. സോ അപ്പോൾ ഞാനത് ആദ്യം നമ്മളത് പ്ലാൻ ചെയ്യാണല്ലോ. അപ്പോൾ ഞാനത് എങ്ങനെ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ അറിയാം, AI ടൂൾസ് വെച്ച് നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും. ക്ലൗഡ് AI ആണ് യൂസ് ചെയ്തത്. കാരണം എനിക്കത് ഏറ്റവും സൂപ്പറായിട്ട് പ്ലാൻ ചെയ്ത് തന്നതാണ്. നമുക്ക് എവിടെയൊക്കെ പോകണമെന്ന്, അല്ലെങ്കിൽ നമ്മൾ ഇത്ര ദിവസമാണ് നമ്മൾ പ്ലാനിങ് ഡേറ്റുകൾ, ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് കവർ ചെയ്യണം എന്നെല്ലാം വെച്ചിട്ട് നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഏകദേശം എവിടെയെല്ലാം നമുക്ക് അക്കോമഡേഷൻ എടുക്കണം എല്ലാ ഡീറ്റെയിൽസും ക്ലൗഡ് AI തന്നു. അവിടെ ശരിക്കും പറഞ്ഞാൽ റെയിൽവേ ഇല്ല. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ റെൻ്റൽ കാർ എടുക്കണം. അപ്പോൾ ഞങ്ങൾ റെൻ്റൽ കാർ എടുത്തിട്ടാണ് ട്രാവൽ ചെയ്തത്. അപ്പം ഗോ കാർ റെൻ്റലാണ് ഞങ്ങൾ എടുത്തത്. ഒരുപാട് റെൻ്റൽ കമ്പനീസ് ഉണ്ട്. ഇവിടുത്തെ റേറ്റ് വെച്ചിട്ട് £400 ഏകദേശം വന്നു. 5 days ആണ് ട്രാവൽ ചെയ്തത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ 4-wheel ഡ്രൈവ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. കാരണം SUV ടൈപ്സ് വണ്ടികൾ ഏറ്റവും കൂടുതൽ അവിടെ ഉപയോഗിക്കുന്നത്. കാരണം ചില റോഡ്സ് എല്ലാം നാരോ റോഡ്സ് ആണ്. അത് മാത്രമല്ല കുറച്ച് പിന്നെ റഫ് റോഡ്സ് ട്രാവൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനുള്ള രീതിയിലുള്ള വണ്ടികളും എടുക്കണം. അപ്പം നമ്മൾ കുറച്ച് റോഡിലോട്ട് പോയി കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ചെറിയ റഫ് റോഡ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഫുള്ള് ഗ്രാവൽ റോഡായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതും 4x4 വീലാണെങ്കിലും ബെറ്റർ ആയിരിക്കും. പിന്നെ അവിടുത്തെ റോഡ്സ് എല്ലാം എല്ലാ റോഡ്സിൻ്റെ സൈഡ് ഭാഗം നമ്മൾ കെയർവായിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻ കേസ് വണ്ടി പുറത്തേക്ക് അങ്ങനെ പോയാലും നമുക്ക് തിരിച്ച് കയറണമെങ്കിൽ 4-wheel ഡ്രൈവ് ഉണ്ടെങ്കിൽ കയറി പോരുള്ളൂ. അപ്പം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു റെൻ്റൽ കാർ അതിനനുസരിച്ച് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും അവിടെ കിട്ടും. അത് ഏറ്റവും ബെറ്റർ വേ. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ UK ഡ്രൈവ് ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാം. കാരണം നമ്മൾ റേക്ജവിക് എന്ന് പറയുന്ന ടൈമിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലാൻഡ് ചെയ്തത് ഞങ്ങൾ എയർപോർട്ടിൽ. അപ്പോൾ അവിടെയാണ് ശരിക്കും ഒരു ടൗൺ എന്ന് പറയുന്നത്. അവിടുത്തെ കുറച്ച് റൗണ്ട് അബൌട്ട്സും കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ ഇവിടുത്തെ ആയിട്ട് ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കി ജസ്റ്റ് അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം പോകുക. കാരണം നമ്മളവിടെ ചെന്നിട്ട് നമുക്ക് സംശയമില്ലാത്ത രീതിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്യണം. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പറ്റും. കാരണം അവിടുത്തെ കുറച്ച്
ടൗൺ ഏരിയയിൽ മാത്രമേ ഉള്ളൂ 2 ലൈനുള്ള റൗണ്ട് അബൌട്ട്സ്, ബാക്കിയെല്ലാം ചെറിയ റൗണ്ട് അബൌട്ട്സ് ആണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും, വലിയ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കേണ്ട. ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വളരെ തിരക്കുറവാണ്. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ഡ്രൈവ് ചെയ്യാം, സിംഗിൾ ലൈനാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ടൗണിൽ മാത്രമേ ഉള്ളൂ എന്ന് ശ്രദ്ധിക്കാനുള്ളൂ ഉള്ളൂ. അപ്പം അതൊന്ന് ശരിക്കും ഒന്ന് നോക്കിയതിന് ശേഷം പോവുക. ബാക്കിയെല്ലാ കാര്യങ്ങളും പിന്നെ നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത് എനിക്ക് അവിടെ കിലോമീറ്റേഴ്സിലാണ് വരുന്നത്. അപ്പം നമ്മൾ 90 കിലോമീറ്ററാണ് അവിടുത്തെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പീഡ് നമ്മൾ ശ്രദ്ധിക്കുക, കാരണം ഈ സ്പീഡ് കൂടി ഫൈൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൈസ പോകും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർ റെൻ്റലുമായിട്ട് നമ്മൾ ആരാണോ റെൻറ്റിൽ എടുക്കുന്നത് അയാളുടെ അക്കൗണ്ടുമായിട്ട് ഇത് ലിങ്ക്ഡാണ്. അപ്പോൾ നമ്മൾ ഇൻ കേസ് അവസാനം ഇതെല്ലാം ഫൈൻസ് എല്ലാം വന്നിട്ട് വണ്ടിയോട് പോയി കൊടുത്തിട്ട് പോന്നാലും നമ്മുടെ ക്യാഷ് പോകും. അപ്പോൾ അത് ഫൈൻ വരാണ്ട് നമ്മൾ നോക്കുക എന്നുള്ളതാണ്. എനിക്കൊന്ന് ഉള്ളിലാണ് മെയിനായിട്ട് നമ്മൾ ഈ ടൗൺ ഏരിയയിലാണ് കൂടുതൽ ക്യാമറാസും സ്പീഡ് ക്യാമറാസും റെഡ് ലൈറ്റ് ക്യാമറാസൊക്കെ ഉള്ളത്. അതിനുശേഷം ഉള്ളിലേക്ക് ഞാനധികം കണ്ടില്ല, ഇൻ കേസ് അവിടെ ഹൈഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. സിം കാർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ സിമ്മായിട്ട് എടുക്കാം. ഞാൻ ചെയ്തത് എനിക്ക് തോന്നി ഏറ്റവും ലാഭമായിട്ട് തോന്നിയത് എനിക്ക് എൻ്റെ ഇവിടുത്തെ സിമ്മിന് ഒരു റോമിംഗ് പാസ് പ്ലാൻ എടുത്തു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നൊരു 12 പൗണ്ടോ അല്ലെങ്കിൽ 12 പൗണ്ടിൻ്റെയാണെന്ന് തോന്നുന്നു ഞാൻ എടുത്ത്. 20 GB വരെയാണെന്ന് തോന്നുന്നു അവിടുത്തെ ഉപയോഗിക്കാനായിട്ട്. ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ കവർ ചെയ്തു. കാരണം മെയിനായിട്ട് നമുക്ക് മാപ്സ് എന്തായാലും വെക്കണം, ചെറിയ നമ്മൾ സോഷ്യൽ മീഡിയ കാര്യങ്ങളും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ Airbnb ആയതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ സ്ഥലത്തും വൈഫൈ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ആ 20 GB ഇനഫായിരുന്നു. അതാന്ന് തോന്നുന്നു. വല്ല നിങ്ങൾക്ക് വേറെ സിം എടുക്കുമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സിം നമുക്ക് ഇൻകമ്മിങ് കോൾ വരികയും ചെയ്യും, മെസ്സേജസ് എല്ലാം കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എയർപോർട്ടിൽ ചെന്നിട്ട് ഈ സിമ്മായിട്ട് വേണമെങ്കിൽ എടുക്കാം, കൂടുതൽ ഡാറ്റാസ് വേണമെങ്കിൽ. പിന്നെ നമ്മൾ കാർഡ്സ് ഉപയോഗിക്കേണ്ടത് ആക്ച്വലി നമ്മൾ അവിടുത്തെ ഭാഷയും വേറെയാണ്, ആക്ച്വലി അവിടുത്തെ കറൻസിയും വേറെ ആയിട്ടാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടുന്ന് ക്യാഷ് എടുക്കുകയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, എല്ലായിടത്തും നമ്മൾ ഇവിടെ കാർഡ് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഞാൻ ഉപയോഗിച്ചത് മോൺസോയുടെ കാർഡാണ്. കാര്യം മോൺസോയുടെ കാർഡിന് നമ്മുടെ ഈ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഫീ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയാണോ നമുക്ക് എക്സ്ട്രാ ഫീസോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ മോൺസോയിലേക്ക് എമൗണ്ട് മാറ്റിയിട്ട് മോൺസോ വെച്ചിട്ടാണ് എല്ലായിടത്തും ഞാൻ പേയ്മെൻറ്റ് ചെയ്തത്. റെവലോട്ടും ഒക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. റെവലോട്ടാണ് എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്തത്. അതിനും പൈസ ചെയ്തത്. നമ്മുടെ ബാങ്ക് കാർഡ്സ് ഉപയോഗിക്കാതിരിക്കുക, അതിന് നമ്മൾ അവിടുത്തെ ചാർജസ് കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ പലയിടത്തും ഓപ്ഷൻ ചോദിക്കുകയാണെങ്കിൽ അവരുടെ അടുത്ത് ISK എന്നാണ്. അപ്പോൾ ISKയിലാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് ഓപ്ഷൻ ചോദിക്കുകയാണെങ്കിൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരിക്കലും ഈ ട്രാൻസാക്ഷൻ്റെ ഫീസ് അധികം വരത്തില്ല. ഇൻ കേസ് നമ്മുടെ ബാങ്ക് കാർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. എനിക്കൊന്ന് എല്ലായിടത്തും കാർഡ് പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതുകൊണ്ട് അത് മതി. അത് യൂസ് ചെയ്തിട്ടാണ് എല്ലായിടത്തും ഞാൻ പേയ്മെൻറ്റും ചെയ്തത്. പിന്നെ നമ്മൾ പാർക്കിങ്ങിൻ്റെ കാര്യം, എല്ലാ സ്ഥലത്തും പാർക്കിങ്ങിന് ഫീസ് ഉണ്ട് കേട്ടോ. എല്ലായിടത്തും ക്യാമറാസും ഉണ്ട്. അപ്പോൾ നമ്മൾ പാർക്കിംഗ് ഫീസ് കൊടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫൈൻ വരും. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത പാർക്കായ എന്നൊരു ആപ്പാണ്. വേറൊരു ആപ്ലിക്കേഷനുണ്ട്, ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ പാർക്കെന്ന ആപ്പാണ് ഉപയോഗിച്ച് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിനകത്ത് എൻ്റെ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലൊക്കേഷനിൽ ചെല്ലുന്ന സമയത്ത് ആ ലൊക്കേഷനിനകത്ത് നമുക്ക് കിട്ടും. ആ ലൊക്കേഷൻ നമ്പർ ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എത്ര നേരമാണെന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈമിൽ ഉള്ള പാർക്കിങ്ങിൻ്റെ എമൗണ്ട് അതിൽ നിന്ന് നമ്മൾ കാർഡിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി കട്ടാവും. അപ്പോൾ അത് റിമെമ്പർ ചെയ്യുക. അല്ലെങ്കിൽ അവിടെ തന്നെ നമുക്ക് പാർക്കിംഗ് ഫീസ് കൊടുക്കാനുള്ള മെഷീൻസ് ഉണ്ടാവും മിക്കവാറും സ്ഥലങ്ങളിൽ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നീടുള്ള കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫുഡാണ്. ഫുഡ് നമ്മൾ ഇവിടെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് എക്സ്പെൻസീവാണ്. ഫുഡ് ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്. കാര്യം ഇവിടുന്ന് ഞങ്ങൾ പോയപ്പോൾ സമയത്ത് ഞങ്ങൾ പ്രോട്ടീൻ ബാർസ്, മാഗി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയി. കാരണം എല്ലാ ടൈമും നമ്മൾ പുറത്തുനിന്ന് കഴിച്ച് നമുക്ക് ഒരുപാട് എക്സ്പെൻസ് വരും. അപ്പോൾ ഞങ്ങൾ ഒരു നേരമൊക്കെ ആയിരുന്നു കഴിച്ചത്. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ സാധനം പർച്ചേസ് ചെയ്ത് നമ്മുടെ വണ്ടിയിലോ അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ വെക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് ഉണ്ടാക്കി ഭക്ഷണം കഴിക്കാനൊക്കെ ഒരുപാട് ചീപ്പായിരിക്കും. എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ പോലും നമ്മുടെ സാധനങ്ങൾക്ക് അത്യാവശ്യം നല്ല റേറ്റാണ്. ഞങ്ങൾ കോർണർ എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് യൂസ് ചെയ്തത്. ആക്ച്വലി അതാണ് തോന്നുന്നു ഉള്ളതിൽ വെച്ച് ചീപ്പ്. അപ്പം ആ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞങ്ങൾ കൂടുതലായിട്ട് സാധനങ്ങൾ മേടിച്ചത്. പിന്നെ പറഞ്ഞതിലെല്ലാം ഉണ്ട്. ആക്ച്വലി ടൗണിൽ മാത്രമാണ് ഈ കാര്യം പറഞ്ഞത്. എനിക്കൊന്നും മാഗ്ഡി ഒന്നുമില്ല, KFC ഉണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടു അവിടെ ടൗണിൽ. ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമുക്ക് ഇത്ര ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് ഫ്യൂവലിംഗ് സ്റ്റേഷൻസ് ഉണ്ട്. അതുകൂടാണ്ട് ഫുഡ് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടുത്തെ ഫുഡെന്ന് പറയുന്നത് ഞങ്ങൾ കഴിച്ച എല്ലാ ഫുഡും ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. വളരെ ടേസ്റ്റിയാണ്. ഫിഷ് ആണ് അവിടുത്തെ എനിക്കൊന്ന് കൂടുതലായിട്ട് ഉള്ളത്. എല്ലാ ഫുഡും നല്ല ടേസ്റ്റി ആയിരുന്നു.
സോ അപ്പോൾ നിങ്ങൾ എക്സ്പെൻസ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ പറഞ്ഞ പോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതിന് ശേഷം പാകം ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും ലാഭകരം. പിന്നെയുള്ളതാണ് വാട്ടർ. എനിക്ക് തോന്നുന്നു വെളിയിൽ തന്നെ ഏറ്റവും പ്യൂറസ്റ്റ് വാട്ടർ ഉള്ളതാണ് ഐസ്ലാൻഡിലെ വാട്ടർ എന്ന് പറയുന്നത്. ഒരു കാരണവശാലും നമ്മൾ കുപ്പി വെള്ളം ഒന്നും മേടിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റെൻ്റൽ കാർ കമ്പനിയുടെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് 10 ലിറ്ററിൻ്റെ ഒരു ക്യാന് നമുക്ക് അതിൻ്റെ കൂടെ ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഞങ്ങൾ ആഡ് ചെയ്ത് 10 ലിറ്ററിൻ്റെ ക്യാനായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വെള്ളം നിറച്ച് എടുത്തിട്ട് അതാണ് യൂസ് ചെയ്തത്. എവിടെ ചെന്ന് വെള്ളം എവിടെ ചെന്നാലും നമുക്ക് കിട്ടുന്ന വാട്ടർ അല്ലെങ്കിൽ എയർബിഎൻബിയിലുള്ള വാട്ടർ ആണെങ്കിൽ പോലും നമുക്ക് ഡയറക്റ്റ് കുടിക്കാം. പ്യുവറാണ്, നല്ല ടേസ്റ്റിയാണ് വാട്ടർ. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഞങ്ങൾ എയർപോർട്ടിൽ റിട്ടേൺ പോകുന്ന സമയത്ത് ആൾക്കാർ എയർപോർട്ടിനുള്ളിൽ നിന്ന് എല്ലാവരും ക്യൂ നിൽക്കുകയാണ് ഇവിടുത്തെ വാട്ടർ കൊണ്ടുപോകാനായിട്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിപ്പോൾ ഓർമ്മയുള്ള കാര്യങ്ങൾ ഞാൻ ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം.